ഒരു ദിവസം കണക്ക് സാറ് ക്ലാസ്സിലേക്ക് വന്ന് കുട്ടികളോട് പെട്ടെന്നൊരു ചോദ്യം. 10/2 എത്ര? ചോദ്യം ഇതാണ്, 10/2 ഉത്തരം എത്ര? അപ്പോൾ ഒരു കുട്ടി എഴുതിയിട്ട് പറഞ്ഞു, സർ അത് 5 ആയിരിക്കും. അടുത്ത ആൾ പറയും, അവിടെ നിന്ന് വന്ന ഉത്തരം 5 ഇരിക്കും. അടുത്ത ആൾ പറയും, വീണ്ടും ഉത്തരം 5. അങ്ങനെ 2-3 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ 5 എന്നുള്ള ഉത്തരമാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കിടയിൽ സംശയം, ശരിയല്ലേ, ശരിയാണെങ്കിൽ വീണ്ടും സാർ അടുത്ത ആളോട് ചോദിക്കൂ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പയ്യൻ, സാറ് അത് ഉത്തരം 20ആണ്, 10/2 20ആണ്. അത് ശരി, 20ആണല്ലേ, ശരി. ആട്ടെ, നിനക്ക് എങ്ങനെ കിട്ടി 20 എന്നുള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടി? എല്ലാവരും 5 എന്നാണല്ലോ, നിനക്ക് എവിടെ നിന്ന് കിട്ടി 20? അത് സാറെ കൃഷ്ണൻകുട്ടി സാറെ പഠിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ 10 ഗുണം 1 2, അല്ലെങ്കിൽ 10 ഗുണം 2, അപ്പോൾ 20 ഉത്തരം. കുട്ടി പറഞ്ഞത് ശരിയാണ്, ഉത്തരം ശരിയാണ്, ഉത്തരം 20ആണ്. 10/2 എന്ന് പറഞ്ഞാൽ ഉത്തരം 20ആണ്, 5 അല്ല. അപ്പോൾ ആദ്യം ഈ ശ്രദ്ധയോട് കേൾക്കാത്തതുകൊണ്ടാണ് ഈ 5 എന്നുള്ള ഉത്തരം. അത് 10/2 എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ തോന്നിയതായിരിക്കണം. അത് സംഭവിക്കുന്ന സ്വാഭാവികം. അപ്പോൾ ഇവിടെ ഭിന്നസംഖ്യയോട് ഹരിക്കുന്നത് തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട്. അല്ലെങ്കിൽ വിൽക്രമഭിന്നം കൊണ്ട് ഗുണിക്കുക. വിൽക്രമഭിന്നം എന്ന് പറഞ്ഞാൽ ഛേദം അംശം ഛേദമായി വരുമ്പോൾ വിൽക്രമഭിന്നം എന്ന് പറയും. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. കാരണം 10നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 1 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. അതാണ് ശരി, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഉത്തരം ശരി, 10/2 എന്ന് പറഞ്ഞാൽ 20. ശരി, അവിടെ തീർന്നില്ല കാര്യം. എന്താ അറിയൂ, ഇതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ പഠിപ്പിക്കലും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. പൊരുൾ എന്താണെന്ന് അറിയാതെ പഠിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. അത് പഠിപ്പിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്നൊരു പിഴവാണ്. പൊരുൾ എന്താണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ഉൾക്കൊള്ളാൻ കുട്ടികൾ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ ഈ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, 10നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊരുൾ എന്താണ്? 10ൽ എത്ര 2 അല്ലെങ്കിൽ എത്ര 2 ചേർന്നാൽ 10 ആകും. അതാണ് എൻ്റെ പൊരുൾ, അതാണ് ഹരണത്തിൻ്റെ ആ പൊരുൾ. 10ൽ എത്ര 2 എത്ര 2 ചേർന്നാൽ 10 ആകും. നമുക്കറിയാം 2 എന്ന് പറഞ്ഞാൽ ഹാഫ്, അര, പകുതി. 2 നേർ പകുതികൾ ചേർന്നാൽ 1 ആകും. 2 ഹാഫ് ചേർന്നാൽ 1 ആകും. 2 ചേർന്നാൽ 1 ആകും. അങ്ങനെ എത്ര 1 ചേർന്നാൽ 10 ആകും? 10 1. അപ്പോൾ ഒരു 1-ൽ 2 അപ്പോൾ മൊത്തം 20 2 ചേർന്നാൽ 10 ആകും. അതാണ് എൻ്റെ പൊരുൾ. ഈ പൊരുൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടികളത് മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ എളുപ്പമായി കാര്യങ്ങൾ. ഈ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കുന്നതിനേക്കാൾ അത് ശരിയാണ്. ഷോർട്ട് കട്ട് പറയുമ്പോൾ ശരിയാണ്, തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ വിൽക്രമഭിന്നം ഗുണിച്ചാൽ മതി എന്നൊക്കെ ശരിയാണ്. അപ്പോൾ അതിന് പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചിട്ട് ഗുണിക്കുമ്പോഴായാലും ഭിന്നസംഖ്യ ഉണ്ടായാലും ഏത് സംഖ്യ ഉണ്ടായാലും ഉള്ള കാര്യം പറയാം. എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുകയും കുട്ടികളത് മനസ്സിലാക്കുകയും ചെയ്യണം. അതാണ് ഇനി വേറെ ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാനൊരു ക്ലാസ്സിലിങ്ങനെ 9ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷാണ് വിഷയം, ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബിരുദൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണെന്ന്
എനിക്കൊരു സംശയം തോന്നി. ഞാനവൻ്റെ പേര് പറയുന്നില്ല, കാരണം നിർഭാഗ്യവശാൽ അവൻ നമ്മളോട് പോയില്ല. അവൻ 10ാം ക്ലാസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ഗുരുതര രോഗത്തിനടിമയായി നമ്മളെ വിട്ടുപോയി. അത് നമ്മുടെ എൻ്റെ ഒരു സ്വകാര്യ ദുഃഖമായിരിക്കുന്ന കാര്യം കൂടിയാണ്. വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. ബ്രെയിൻ ട്യൂമർ വന്നവന് മരിച്ചു. അതിൻ്റെ പേരും ഒന്നും ഞാൻ പറയില്ല, കാരണം ഞാൻ പ്രസക്തിയില്ല. ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും ആ ക്ലാസ്സിൽ ഇങ്ങനെ വളരെ വേറൊരു ചിന്താധീനായിരിക്കും അവർ കിട്ടുമോ. ഞാൻ ചിന്താമല്ല അതിൻ്റെ പ്രശ്നം. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കാത്ത ഒരാൾ അറ്റൻറ്റീവ് അല്ലാതെ ക്ലാസ്സിൽ ഇരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാറേ എനിക്കൊരു സംശയം. അവർ സംശയം ചോദിക്കുന്നവരെ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. അവരുടെ സംശയം ഇതാണ്, സാറേ ഭൂമി ഉരുണ്ടതല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇംഗ്ലീഷാണ്, അവരുടെ സംശയം വേറൊരു വിഷയത്തിലാണ്. എങ്കിൽ നമ്മൾ അവരെ ഉത്സാഹപ്പെടുത്തുക ശരിയല്ലോ. സാറേ ഭൂമി ഉരുണ്ടതല്ലേ? ആണല്ലോ, ഭൂമിയെല്ലാം എല്ലാ ഗ്രഹങ്ങളും ഗോളാകൃതിയിലും ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ എൻ്റെ വസ്തുത. അങ്ങനെയാണെങ്കിൽ ഈ ഉരുണ്ട ഭൂമിയുടെ താഴെ ഭാഗത്തുള്ള രാജ്യങ്ങളിലൊക്കെ സമുദ്രങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സമുദ്രങ്ങളിലുള്ള ജലം ഒലിച്ചു പോയില്ലേ, താഴേക്ക് ഒലിച്ചു പോയില്ലേ? അതാണ് അവൻ്റെ സംശയം. അപ്പോൾ കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റായി. ഞാൻ ആ ഇംഗ്ലീഷ് പുസ്തകം പാഠഭാഗവും മടക്കി വെച്ചു. ഇവൻ്റെ സംശയം ദൂരീകരിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അവൻ വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയണമല്ലോ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? അത് തറയിൽ, ഭൂമിയിൽ. നീ നിൽക്കുമ്പോൾ നിൻ്റെ താഴേക്ക് നീ നോക്കുമ്പോൾ കാണുന്ന ഈ തറ അല്ലെങ്കിൽ ഭൂമി, മേലോട്ട് നോക്കുമ്പോൾ ആകാശം മേലോട്ടുള്ളതൊക്കെ കാണാം. അപ്പോൾ ഈ മുകളും താഴെ അല്ലെങ്കിൽ മേൽ കീഴ് എന്ന് പറയുന്ന, മേലോട്ട് കീഴോട്ട് എന്ന് പറയുന്ന കാര്യം ഒന്ന് മനസ്സിൽ മാറ്റി വെച്ചിട്ട് ഭൂകേന്ദ്രത്തിലേക്കും എതിർദിശയിലേക്കും എന്ന് ചിന്തിച്ച്, ഭൂകേന്ദ്രത്തിലേക്കൊരു ദിശ അത് താഴോട്ട്, എതിർദിശ അത് മുകളിലേക്ക്, അങ്ങനെ ചിന്തിച്ച് നോക്കി. അത് ക്ലിയർ അല്ലേ? അതായത് ഭൂകേന്ദ്രത്തിലേക്കൊരു ദിശ, ടുവേഴ്സ് ദി സെൻറ്റർ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത് എതിർദിശയിലേക്കുള്ളൊരു ദിശ, അത് മുകളിലേക്കും. അങ്ങനെ ചിന്തിച്ച് നോക്കൂ. അപ്പം നിൻ്റെ സംശയം മാറില്ലേ? ആലോചിച്ചു. അപ്പോൾ വീണ്ടും അവനിങ്ങനെ ആലോചിക്കുക, കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് സാർ ഇപ്പം ക്ലിയറായി സംഭവം. അപ്പോൾ ആ ഗോളത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തോ ശരിക്കും ആ താഴെ നിൽക്കുന്നവന് യഥാർത്ഥത്തിൽ എന്താണ്, അവൻ്റെ കാൽ എങ്ങോട്ടാണ് നിൽക്കുന്നത്, അതാണ് അതിൻ്റെ താഴ്വശം, എതിർവശം മുകളിലേക്കാണ്. ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷേ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർ തയ്യാറാവണം. അത് മനസ്സിലാക്കാൻ കുട്ടികളും തയ്യാറാണ്. അതിനെന്ത് ചെയ്യണം? കുറേ ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡ് എന്ന് പറയും. അതായത് ചോദ്യം ചെയ്യാനുള്ളൊരു അന്വേഷണത്വര, നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ളൊരു മൈൻഡ് കുട്ടികൾക്കുണ്ടാവണം. അതോടൊപ്പം അങ്ങനെ ക്യൂരിയസ് ആയ ഒരു കുട്ടി നമ്മുടെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ അവൻ്റെ ആ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അവൻ്റെ ആ അന്വേഷണത്വരയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അത് വിശദീകരിച്ചു കൊടുക്കാൻ അധ്യാപകന് കഴിയുകയും വേണം. ഇത് രണ്ടും ഭംഗിയായി നടന്നില്ലെങ്കിൽ പഠനം വൃഥാവിലാവും. കാര്യങ്ങൾ മനസ്സിലാകാതെ, വ്യക്തതയില്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് വളരെ അപ്പം പ്രശ്നം എവിടെയാണ്? പൊരുളറിഞ്ഞ് പഠിക്കുക, പൊരുളറിഞ്ഞ് പഠിപ്പിക്കുക, പൊരുളറിഞ്ഞ് പഠിക്കുക. അപ്പോൾ പഠനം രസകരവും അർത്ഥവത്തും ആകും. ഹാവ് എ നൈസ് ഡേ.